ശരത്സാറാണ്. സോ നമ്മുടെ MBA എക്സാമിന് സ്ഥിരം ആവർത്തിക്കപ്പെടുന്ന ഒരു മോഡൽ ഓഫ് ക്വസ്റ്റ്യൻ ആണ്. പ്രീവിയസ്ലി ഇതേ മോഡൽ ക്വസ്റ്റ്യൻ ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഈ ഒരു മോഡൽ നല്ല രീതിയിൽ പഠിക്കണം. മിനിമം വാല്യൂ ഓഫ് 27 raised to cos x into 81 raised to sin x. ഇതെങ്ങനെ അപ്രോച്ച് ചെയ്യും ശ്രദ്ധിച്ചിരിക്കണം. അപ്പൊ നമുക്ക് ആൻസർ സ്റ്റാർട്ട് ചെയ്യാം. അതിനെ കുറച്ച് സിംപ്ലിഫിക്കേഷൻ പരിപാടികളൊക്കെ ഉണ്ട്. സോ 27 raised to cos x into 81 raised to sin x. നമുക്ക് ഇതിപ്പോ രണ്ട് വ്യത്യസ്തമായ സംഖ്യകളാണ് 27 81. നമുക്ക് ഒരേ ബേസ് നമ്പറിലേക്ക് ഇത് കൊണ്ടുവരാൻ പറ്റുമോ എന്ന് ആദ്യം നോക്കണം. ഒരു പ്രത്യേകത 27 81 ഉണ്ട്. എന്താണ്? 27 എന്ന് പറയുന്നത് 3ന്റെ ക്യൂബ് ആണ്, റേസ് ടു cos x. 81 എന്ന് പറയുന്നത് 3 റേസ് ടു 4 ആണ്, റേസ് ടു sin x. പിടികിട്ടിയോ? 3 ക്യൂബ് ആണ് 27, 3 റേസ് ടു 4 ആണ് 81. ഇത് അറിഞ്ഞിരിക്കണം കേട്ടോ നല്ലപോലെ. 3 into 3 into 3 ആണ് 27, 3 into 3 into 3 into 3 ആണ് 81. ഓക്കെ, ഇവിടെ a raised to m raised to n എന്നുള്ളത് a raised to m ആണ്. നമുക്കറിയാവുന്ന സംഭവം. a raised to m raised to n എന്ന് പറയുന്നത് എന്താണ്? a raised to m n ആണ്. ശരിയല്ലേ? അത് ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? 3 raised to 3 cos x എന്ന് വരും. ഇവിടെ 3 raised to 4 sin x എന്ന് വരും. ഇനി a raised to m into a raised to n എന്ന് പറയുന്നത് a raised to m plus n ആണ്. a raised to m into a raised to n എന്ന് പറയുന്നത് എന്താണ്? a raised to m plus n ആണ്. ഓക്കെ, അത് ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? 3 raised to 4 cos x plus 3 raised to 3 cos x plus 4 sin x അല്ലേ? 3 raised to 3 cos x plus 4 sin x. a raised to m into a raised to n, a raised to m plus n. 3 cos x ഉം 4 sin x ഉം കൂടെ കൂട്ടി. അപ്പോൾ ഇയാളെ സിംപ്ലിഫൈ ചെയ്താൽ ഈ പരുവത്തിലേക്ക് എത്തിക്കണം. ബാക്കിയാണ് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾ ജനറലി പഠിച്ചിട്ടുള്ള ഒരു സംഭവം. ഈ 3 യുടെ പവർ മാത്രം ഇനി ആലോചിച്ചാൽ മതി. 3 cos x plus 4 sin x. അതിന്റെ മിനിമം വാല്യൂ എന്തായിരിക്കും എന്നാണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പൊ അത് നോട്ടായിട്ട് ജനറലി പഠിച്ചു വെക്കണം. നോട്ട് എന്ന് പറയുന്നത് ഇതാണ്, ശ്രദ്ധിച്ചിരിക്കുക. a sin x plus b cos x ആണെങ്കിൽ, a sin x plus b cos x ആണെങ്കിൽ അതിന്റെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് a സ്ക്വയർ പ്ലസ് b സ്ക്വയർ ആയിരിക്കും. മിനിമം വാല്യൂ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. മിനിമം വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? മൈനസ് റൂട്ട് ഓഫ് a സ്ക്വയർ പ്ലസ് b സ്ക്വയർ ആയിരിക്കും. ഓക്കെ, സോ അപ്പൊ നമുക്ക് ഇവിടെ 3 cos x plus 4 sin x ന്റെ മിനിമം വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? മിനിമം വാല്യൂ ഓഫ് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഇത് ആക്ച്വലി ഇത് എങ്ങനെയാ വരുന്നത്? ആദ്യം ഇതിനെ നമ്മൾ f of x എന്ന് എടുക്കണം, f dash x എടുക്കണം, f dash x നെ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്ത് x കണ്ടുപിടിക്കണം, f double dash x എടുക്കണം, f double dash x ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അന്നേരം നെഗറ്റീവ് ആണെന്ന് നമ്മൾ, നെഗറ്റീവ് ആണെങ്കിൽ എന്താണ് മാക്സിമ, പോസിറ്റീവ് ആണെങ്കിൽ മിനിമം. അപ്പോൾ അത് പോസിറ്റീവ് ആയിട്ട് നമുക്ക് കിട്ടും. അതാണ് മിനിമം സംഭവിക്കുന്നത്. സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ടെസ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. പൊതുവെ നോർമലി ചെയ്യാണ് അങ്ങനെയാണ് ചെയ്യേണ്ടത്. പക്ഷെ ഒരു ട്രിക്ക് ഉപയോഗിക്കും. ഇത് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ വളരെ നിസ്സാരമായിട്ട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാം. കാരണം ഇത് സ്ഥിരമായിട്ട് ആവർത്തിക്കപ്പെടുന്ന ഒരു മോഡലാണ്. a sin x plus b cos x. മാക്സിമം വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ റൂട്ട് a സ്ക്വയർ പ്ലസ് b സ്ക്വയർ എടുത്താൽ മതി. മിനിമം വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ മൈനസ് റൂട്ട് a സ്ക്വയർ പ്ലസ് b സ്ക്വയർ എടുത്താൽ മതി. സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ടെസ്റ്റ് യൂസ് ചെയ്യേണ്ട ആവശ്യം ഇവിടെ ഇല്ല. ഓക്കെ, അപ്പൊ നമുക്ക് 3 cos x plus 4 sin x ന്റെ മിനിമം വാല്യൂ നോക്കാം. ശ്രദ്ധിച്ചിരിക്കണേ. മിനിമം വാല്യൂ ഓഫ് 3 cos x plus 4 sin x. 3 cos x plus 4 sin x equal to minimum value എന്ന് പറയുന്നത് എന്താണ്? മൈനസ് റൂട്ട് a സ്ക്വയർ പ്ലസ് b സ്ക്വയർ, മൈനസ് റൂട്ട് 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ, മൈനസ് റൂട്ട് 9 പ്ലസ് 16 equal to മൈനസ് റൂട്ട് 25 equal to മൈനസ് 5. ഓക്കെ, അപ്പോൾ ഈ 3 cos x plus 4 sin x ന്റെ മിനിമം വാല്യൂ ആയിട്ടുള്ള മൈനസ് 5 തന്നെ ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 3 raised to minus 5 എന്ന് വരും. 3 raised to minus 5 ആണ് 27 raised to cos x into 81 raised to sin x ന്റെ മിനിമം വാല്യൂ. 3 raised to minus 5 നെ എനിക്ക് 1 by 3 raised to 5 എന്ന് എഴുതാം. 1 by 3 raised to 5 എന്ന് പറയുന്നത് 243 ആണ്. 3 raised to 4 എന്ന് പറയുന്നത് എത്ര? 81 നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ? 81നെ 3 കൊണ്ട് ഗുണിച്ചാൽ മതി. 81 × 3
എത്ര വരും? 243. ശരിയല്ലേ? സോ 1/243 ആണ് മിനിമം വാല്യൂ ഓഫ് 27 raised to cos x into 81 raised to sin x എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ സി 1/243 ആണ് നമ്മുടെ റിക്വയർഡ് ആയിട്ടുള്ള സൊല്യൂഷൻ. നല്ല അടിപൊളിയായിട്ട് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി പഠിച്ചോണം. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻ എല്ലാവർക്കും ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. NDA എക്സാം സ്പെഷ്യൽ ആയിട്ടുള്ള സ്ഥിരം ആവർത്തിക്കപ്പെടുന്ന മോഡൽസ് ഓഫ് ക്വസ്റ്റ്യനുമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. Until then, tata bye bye, see you.